ആ ലെന എപ്പോ വരും? ഹലോ ഹലോ ലെന, ജോണിക്കുട്ട, നീ ഒരു കൃത്യം 6 മണിയാകുമ്പം എല്ലാം സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നേക്കണം. ഓക്കെ? ബലൂൺ വേണ്ടേ അപ്പം? ബലൂൺ വേണം. എടാ, അവളാകെ മൊത്തത്തിലൊന്ന് ഞെട്ടണം. പിന്നെ കേക്ക് വേണ. കേക്ക് എന്തിനാ? എന്ന് പറഞ്ഞ ബർത്ത്ഡേ അല്ലേ? ഒന്ന് പോടാ പറഞ്ഞു. അളിയാ, നിനക്കറിയാലോ, ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അവൾ കാണുമ്പോൾ മൊത്തത്തിലൊരു സർപ്രൈസ് ആവണം. അപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർക്ക് പോകുന്നതോ? അതെന്തിനാ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ലാതെ നീ ബാംഗ്ലൂർക്ക് പോകുന്നത് യഷിനെ കാണാനൊന്നും അല്ലല്ലോ. അയ്യ. അതൊക്കെ വിട്. എന്താണല്ലോ കാണുമ്പോൾ നീ ഞെട്ടണം. എനിക്ക് അത്രേ ഉള്ളൂ. ആ ശരി ശരി ശരി. പവൻ, ഞാൻ വരില്ല. അതെന്തു പറ്റി? വർക്ക് റിലേറ്റഡ് വല്ലതും ആണോ? ആ, വർക്ക് റിലേറ്റഡാ. ലെന, അസുഖമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി എപ്പോ വരും? പവൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ പറയുന്നൊന്നും എനിക്കറിയില്ല. ലെന, നീ വളച്ചിട്ടില്ലാത്ത കാര്യം പറ. ഐ തിങ്ക് വി ആർ ഇൻകമ്പാറ്റബിൾ. എന്ത്? നമ്മുടെ റിലേഷൻ മുമ്പോട്ട് പോകുന്നതിൽ മാനസികമായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഓ, അപ്പം ഇതാണ് നിനക്ക് എക്സാം ഉണ്ട്, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ര നാളെ ഇഗ്നോർ ചെയ്തത്? പവൻ, പ്ലീസ് ലിസൺ. ഇതുപോലെ ശല്യമായല്ലോ. പവൻ, നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എന്ത് സിറ്റുവേഷൻ? എൻ്റെ ജോലി, അതിനോടൊക്കെയുള്ള എക്സാം, പിന്നെ നമ്മുടെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. പ്ലീസ്, നീ എന്നൊന്ന് മനസ്സിലാക്ക്. ലെന, ഇതേ അവസ്ഥയിലാണ് ഞാനും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇമ്മാതിരി വർത്താനം എന്നോട് പറയരുത്. നീ ഇപ്പൊ നല്ല മൂഡിലല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നീയേ വലിയ സഹായിച്ച മദർ തെരേസ ഒന്നും വേണ്ട. ചെയ്തോടത്തോടെല്ലാം മതി. എടാ, ഐ എം സോ സോറി. ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. നിനക്ക് എന്ത് വേണേലും എന്നോട് പറയാം. പക്ഷെ എനിക്കറിയാവുന്ന ലെന എന്നോട് കള്ളം പറയില്ല. എന്താ? നിനക്കവിടെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എങ്കിൽ പറ, അവിടെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയോ? തോന്നി. പറ്റുവാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഇനി മേലെ എന്നെ കോൺടാക്ട് ചെയ്യല്ലോ. നമ്മളൊക്കെ എന്തിലൊക്കെയാണ്? അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല, ഇക്കാലത്തൊക്കെ എത്ര പെട്ടെന്ന് ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതും ഡിവോഴ്സ് ആവുന്നതൊക്കെ. അതിപ്പം ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ പിരിയുന്നില്ല നല്ലത്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ വരില്ല. അത്ര കുറപ്പാണ്. ആ, എന്റെ കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഈ പ്രകൃതി സാക്ഷി നിർത്തി ഞാൻ ഉറപ്പ് വരും. അപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ എത്ര മോശമാണെങ്കിലും Hi, sir. What would you like to have, sir? ഒരു ഐസ് ടീ. All right. അളിയാ, ഞാനേ സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. 6 മണിയാവുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിരിക്കും. എടാ, ഇന്നത്തെ പരിപാടി ക്യാൻസലായി. അതെന്നാ പറ്റി? ഒന്നുമില്ല, ചെറിയൊരു ബ്രേക്കപ്പ്. അത്രേ ഉള്ളോ? അതൊന്നും സാരമില്ല അളിയാ. അതെന്നാ പറ്റി? അത് ഇൻകമ്പാറ്റബിൾ ആണെന്ന്. ഇൻകമ്പാറ്റബിളാ? അത് തന്നെ. അപ്പം ഞാനേ അവളെ വിളിച്ച് 2 വർത്താനം പറഞ്ഞിട്ടുള്ളൂ കാര്യം. അങ്ങനെ വിട്ടാൽ പറ്റത്തൊന്നുമില്ല. എടാ, വീടളിയാ. എന്റെ പവ, നീ വെറും ഒരു പാവമായി പോയത് കൊണ്ടാ. നിനക്ക് എന്നെ അറിയാലോ, ഈ എന്നെ ശരിക്കും അറിയാലോ. ഞാൻ എന്തും പോർക്കും. പക്ഷെ വഞ്ചന, അതും സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനോട്. ഞാൻ അവളെ വിളിച്ച് 2 വർത്താനം പറഞ്ഞിട്ടുള്ളൂ കാര്യം. നീ ഫോൺ കട്ട് ചെയ്തേ. എടാ, അതൊക്കെ ഭയങ്കര ചീപ്പാണ്. ഹലോ ഹലോ
ഇൻകമ്പാറ്റബിൾ, പൊരുത്തമില്ലായ്മ. നല്ല കിടിലം വാക്ക്, എവിടെയെങ്കിലും യൂസ് ചെയ്യാം. Sir? Sir? Your iced tea. Sir? Napkin. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഉം? ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കാവോ? Mm, ah. അതെ, ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ ഒരാളെ കുറേ കാലം സ്നേഹിച്ചിട്ട് പെട്ടെന്നല്ല മറക്കാൻ സാധിക്കുന്നത്? ഏ? സോറി, ഞാൻ മോശമായിട്ട് പറഞ്ഞൊന്നുമല്ല, ജനറലൈസ് ചെയ്തതല്ല. എനിക്ക് ക്വാളിറ്റി ഒന്ന് അക്യൂർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്ത് ക്വാളിറ്റി? ഒരാളെ കുറേ കാലം സ്നേഹിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ എനിക്കും അങ്ങനെ മനസ്സ് പതറാതെ നിൽക്കാൻ പറ്റണം. സാറിന്റെ ബ്രേക്കപ്പ് ആയെന്ന് സാ- മനസ്സിലായി. സാറിനൊന്നും വിളിക്കണ്ട, പവൻ, അത് മതി. ഓക്കെ, പവൻ. പവന്റെ എത്ര നാളത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു? 5 വർഷം. അത്രയും ലോങ് ആയിരുന്നോ? അതല്ല പറഞ്ഞ, ഇവറ്റകൾക്കൊക്കെ എങ്ങനെ സാധിക്കുമെന്ന്. ഞാൻ ജനറലൈസ് ചെയ്യുമല്ല. ഇത് ജനറലൈസ് ചെയ്ത് തന്നെയാണ്. അത് വിട്, പോയവര് പോയി, വരുന്നവര് വരും. അതൊക്കെ അത്രേ ഉള്ളൂ. ഈ ബ്രേക്കപ്പിൻ്റെ വേദന ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് ഇല്ലാതാകുന്ന പോലെ. എനിക്ക് തോന്നും ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന ബ്രേക്കപ്പാണെന്നാ. കുട്ടിക്ക് അങ്ങനെ എന്തേലും കുട്ടിയെ കരുതേക്കാൻ. പവനൊരു കാര്യം അറിയോ? എൻ്റെ ലൈഫിൽ കഴിഞ്ഞ മാസം ഒരു ട്രാജഡി ഉണ്ടായി. എൻ്റെ അമ്മേനെ ഐ ലോസ്റ്റ് ലാസ്റ്റ് മന്ത്. ഐ ആം സോറി. എൻ്റെ നഷ്ടവും പവൻ്റെ നഷ്ടവും ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുമല്ല. എനിക്കതിൻ്റെ കാര്യമില്ല. പക്ഷേ ബ്രേക്കപ്പ് ഒരാൾ ചെയ്താലും ആളെ നമുക്ക് വീണ്ടും കാണാനെങ്കിലും സാധിക്കും. പക്ഷേ മരണപ്പെട്ടു പോയ ഒരാൾ അതിനും കൂടി സാധിക്കില്ല. അതിൻ്റെ വേദന. എനിവേ, എൻജോയ് യുവർ ഡ്രിങ്ക്. ഞാൻ എന്നാ പോട്ടെ, എനിക്ക് അധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മാനേജർ കാണും. അപ്പോൾ ശരി. ഐസ് ടീ അല്ലേ? ആ അതെ. 150. ഓക്കെ. പേര്? അമ്മയാ ജോൺ.